صل على سيدنا محمد وعلى آل سيدنا محمد بارك وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أفوض أمري إلى الله إن الله بصير بالعباد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله العلي العظيم. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ച ആയത്തുമായി ബന്ധപ്പെട്ട് തന്നെ ദുആഉമായി ബന്ധപ്പെട്ട് ഏതാനും കുറച്ച് കാര്യവും കൂടി ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനെ അതിൻ്റെ ആദരവോടെ ബഹുമാനത്തോടെ കാണാനും ആ ഖുർആനിനോട് ചെയ്യേണ്ട ഹക്കുകളൊക്കെ പരിപൂർണമായി വീട്ടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാരായ നമ്മുടെ അഇമ്മത്ത് ദുആഉമായി ബന്ധപ്പെട്ട് ദുആക്ക് ഉത്തരം കിട്ടാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറേ വിഷയങ്ങൾ. ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദുആക്ക് ഉത്തരം വളരെ കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ മുഫസ്സിരീങ്ങളൊക്കെ ആ വിഷയം പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, അല്ലാഹു തആല പറയുന്നത് എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അല്ലാഹുവിൻ്റെ റസൂലെ, എന്നെക്കുറിച്ച് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഞാനത്ര വിദൂരതയിലുള്ള ആളൊന്നുമല്ല, ഞാൻ അടിമയുമായി വളരെ അടുത്തുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, എന്നോട് നിങ്ങൾ ഉത്തരത്തെ തേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉത്തരം തരും, ഞാനതിന് സന്നദ്ധനാണ്. അതുകൊണ്ട് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ എന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. ദുആക്ക് ഉത്തരം കിട്ടാൻ 7 ഷർത്തുകൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. കുറേ നമ്മുടെ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ നമ്മുടെ ഉലമാക്കളൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഇതിൻ്റെ കാതലായ വിഷയമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇപ്പം നമുക്കറിയാം, സ്വാലിഹായ സൽക്കർമ്മങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ദുആ, അത് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ അള്ളാഹുവിൻ്റെ മുന്നിൽ പെട്ടെന്ന് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു വലിയ പ്രവൃത്തിയായിരുന്നു അവരുടെ ജീവിതകാലത്ത് അവർക്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലായ, അത് അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന്
അവർ ഉറപ്പിച്ചു കഴിഞ്ഞ 3 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയും ഓരോരുത്തരും ദുആ ചെയ്ത സമയത്ത് ഓരോരുത്തരുടെ ജീവിതകാലത്ത് അവർ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു തആല പെട്ടെന്ന് അവർക്ക് ഉത്തരം നൽകി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സൽക്കർമ്മങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതുപോലെ മഹാന്മാരെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യാം. അതുപോലെ തന്നെ തൻ്റെ സഹോദരന് എന്തെങ്കിലും ഒരു വിഷമം, എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ അവൻ അറിയാതെ അവന് വേണ്ടി ദുആ ചെയ്യാം. വളരെ കൂലിയുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, ഒരു മലക്കിറങ്ങി വന്നിട്ട് തൻ്റെ സഹോദരന് വേണ്ടി ആ സഹോദരൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് ഒരു മലക്ക് ഇറങ്ങി വന്നിട്ട് അല്ലാഹു തആല നിനക്കും അതുപോലെ തരട്ടെ, നിനക്കും അതിൽ ഖൈറുണ്ടാവട്ടെ എന്നൊക്കെ ദുആ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മുടെ ഒരു കൂട്ടുകാരന് എന്തോ വലിയ വിഷമത്തിലാണ്, നമ്മോട് ദുആ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവനറിയാതെ അവനക്ക് വേണ്ടി ദുആ ചെയ്യാം. അത് വലിയ മഹത്വമാണ്. അപ്പം ഇവിടെ ഒന്നാമതായിക്കൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഒന്നാമത്തെ ഷർത്ത് പറയുന്നത് അത്തദർറു, താഴ്മയാണ്, വിനയം, തവാളു എന്നൊക്കെ പറയാം. അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവേ ഞാൻ ഒന്നുമല്ല, പരമാവധി എത്രത്തോളം നമ്മുടെ വിനയാന്വിതനാവാൻ കഴിയുമോ, എത്രത്തോളം അള്ളാഹുവിൻ്റെ മുന്നിൽ തവാളു പ്രകടിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഞാനൊന്നുമല്ല. തവാളു സത്യത്തിലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു തആല 3 ഗുണങ്ങൾ കൊടുക്കുമെന്ന് ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, അർബഉൻ ലാ യുഅ്തീഹന്നല്ലാഹു ഇല്ലാ മൻ അഹബ്ബ. അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ആ 4 ഗുണങ്ങൾ കൊടുക്കുള്ളൂ, അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ല. അതിലൊന്നാമത്തെ ഗുണം പറയുന്നത് അസ്സുംതു, മൗനം. മൗനം എന്ന് പറഞ്ഞാൽ എപ്പോഴും മൗനവ്രതം എടുക്കുക എന്നുള്ളതല്ല, ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കാം. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയല്ലോ, കൂടുതൽ സംസാരിക്കുക, അത്യാവശ്യത്തിന് മാത്രം എന്തേ ഉള്ളൂ, വാ തുറക്കുള്ളൂ എന്ന് പറയും. ബുദ്ധിമാൻ്റെ ലക്ഷണം തന്നെ പറയുന്നത് മിതഭക്ഷണവും മിതഭാഷണവുമാണ്. അല്പം ഭക്ഷണം കഴിക്കുള്ളൂ, അല്പം സംസാരിക്കുള്ളൂ. അല്ലാതെ അങ്ങനെ വാങ്ങോട്ട് തുറന്നിട്ടാൽ ഒരാൾ പോയാൽ അടുത്ത ആളെ കാത്തിരിക്കും, അടുത്ത ആളില്ലെങ്കിൽ അടുത്ത ആൾ. ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ പെണ്ണുങ്ങളുണ്ടല്ലോ, വർത്തമാനം പറയാൻ ഒരാളെ കിട്ടിയില്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, കിഴക്ക് ഭാഗത്തേക്കൊന്ന് പോകും, അവിടെയുള്ള അയൽവാസികൾ ആരെങ്കിലും കിട്ടുമെന്ന് എഴുതിയിട്ട്, ഇല്ലെങ്കിൽ ഇപ്പുറത്തൊന്ന്, ഒന്നുമില്ലെങ്കിൽ വർത്തമാനം പറയാനായിട്ടൊന്ന് അപ്പുറത്തേക്കൊന്ന് കിടക്കും. അപ്പോൾ അത് സത്യത്തിൽ ബുദ്ധി കുറഞ്ഞതിൻ്റെ ലക്ഷണമാണെന്നാണ്. ബുദ്ധി ഉള്ള ആളെന്ത് ചെയ്യില്ല, അങ്ങനെ ഓവറായി സംസാരിക്കില്ല, ആവശ്യത്തിന്. മറ്റത് വെറുതെ. ഇപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ യുഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വാട്സപ്പിൽ ഏതൊക്കെ ഗ്രൂപ്പിലുണ്ടോ എല്ലാ ഗ്രൂപ്പിലും എപ്പോഴും അയാളെ വോയിസ് തന്നെ കയറാം. ആരെന്തിട്ടാലും ഉടനെ ഉപരി ചാടി എണീറ്റ് പ്രതികരിക്കും. അപ്പം അത് ബുദ്ധിമാൻ്റെ ലക്ഷണമല്ല എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തേത് അസ്സുംതു, രണ്ടാമത്തേത് തവക്കലു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേലെല്ലാം ഏൽപ്പിക്കുക. എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്ന ആളുകൾ, തവക്കുലിൽ എല്ലാം അള്ളാഹുവിൽ സമർപ്പിതമായ ഒരു മനസ്സോടുകൂടി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് അത് അള്ളാഹു തആല കൊടുക്കുന്ന പ്രത്യേകമായ നിഅമത്താണ്. അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. മൂന്നാമത്തേത് തവാളു, വിനയം, വിനയാന്യതനായിക്കൊണ്ട് ജീവിക്കാൻ കഴിയുക. വസ്സുഹുദു ഫി ദുനിയ, ദുനിയാവിലെ സാഹിദാവ.
ദുന്യവിയായ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. അതിനർത്ഥം ഒന്നും വേണ്ടാറിഞ്ഞ് കണ്ട് ഇട്ടെറിഞ്ഞു പോവുക എന്നല്ല, അത് മനസ്സിലേക്ക് കയറ്റി വെക്കുന്നില്ല. ഗസാലി ഇമാം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതുപോലെ ഒരു സർപ്പത്തോട് എങ്ങനെ കളിക്കുന്നത്, ദുന്യാവ് നമ്മുടെ പിന്നാലെ, ദുന്യാവിൻ്റെലേക്ക് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ദുന്യാവിൻ്റെ പിന്നാലെ നമ്മൾ ഓടുന്ന ഒരു സമയം ഉണ്ടാവുമ്പോൾ ദുന്യാവ് അങ്ങനെ പോകും, നമ്മളതിൻ്റെ പിന്നാലെ അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദുന്യാവിനോട് വലിയ താല്പര്യമില്ലാതെ നമ്മൾ ദുന്യാവിൽ നിന്ന് മുഖം തിരിച്ചിട്ട് ഉഖ്റവിയായ ചിന്തകളുമായി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദുന്യാവ് നമ്മളെ പിന്നാലെ ഇങ്ങോട്ട് പോരുന്ന. അപ്പം തവാദുഅ് അത് സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുന്ന് പലപ്പോഴും പറഞ്ഞ ഒരു വിഷയം, മൻ ഖലഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വളഅഹുല്ലാഹ്. ഒരാൾ താഴ്മ കാണിച്ചാൽ അല്ലാഹു തആല അവനെ ഉയർത്തും, എന്നാൽ ഒരാൾ അഹങ്കരിച്ചാലോ അല്ലാഹു തആല അവനെ താഴ്ത്തും. താഴ്മ കാണിച്ചാൽ, താഴ്മ എത്രത്തോളം നമ്മൾ കാണിക്കുന്നുവോ അത്രത്തോളം അല്ലാഹു തആല നമ്മുടെ പദവിയെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതേ സ്ഥാനത്ത് നമ്മൾ അഹങ്കരിച്ചാലോ അല്ലാഹു തആല എല്ലായിടത്തും നമ്മെ അടിച്ചു താഴ്ത്തും, നമ്മുടെ പദവികൾ എല്ലാം ഇങ്ങനെ താഴ്ന്നുകൊണ്ടേയിരിക്കുമെന്ന് ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുന്ന് പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കിങ്ങനെ സ്വയം തോന്നണം, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളാണ് എന്ന് തോന്നുന്ന സമയത്താണെന്ത്, ഇപ്പം ഞാനിപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഇപ്പം എനിക്കിങ്ങനെ തോന്നണെന്ത്, ഇപ്പം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ജിദ്ദയിലിപ്പോൾ ഇങ്ങനെ പിന്നെ ഖുർആൻ ക്ലാസ് എടുക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടുന്നുണ്ട്, ഇങ്ങനെ തോന്നണമെങ്കിൽ. ഷഅറാവി കേട്ടിട്ടില്ലേ, ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹിമഹുല്ല, വലിയ മഹാനായിരുന്നു, നല്ല പണ്ഡിതനാണ്, നല്ല സുന്നിയാണ്. അദ്ദേഹത്തിനെ ഒരു ആദരിക്കൽ ചടങ്ങിന് അദ്ദേഹത്തെ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ, അദ്ദേഹം മസ്റിലാണ്, അദ്ദേഹം മിസ്രിയാണ്, നല്ല പണ്ഡിതനാണ്. ഇപ്പോൾ അടുത്ത് ഒരു 8-10 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ എൻ്റെ ഓർമ്മയിൽ, 10 വർഷം ആയിക്കണോ സംശയമാണ്. ഷഅറാവി അദ്ദേഹത്തിൻ്റെ തഫ്സീറൊക്കെ ഉണ്ട് ഇവിടെ, നല്ല മഹാനാണ്, നല്ല സുന്നിയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ കർലാവി അദ്ദേഹം കുറേ പുത്തൻ ചിന്താഗതികളൊക്കെ ഉള്ള ആളായത് കൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ പരിഭാഷപ്പെടുത്താറുള്ളത്. പക്ഷെ ഷഅറാവി നല്ല പണ്ഡിതനാണ്. ഈ ഷഅറാവി ഒരിക്കൽ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് അദ്ദേഹം പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ ഷഅറാവി പറഞ്ഞത്രേ വണ്ടി ഒന്ന് നിർത്താൻ. അങ്ങനെ വണ്ടി നിർത്തി ഇദ്ദേഹം നേരെ പോയിട്ട് ആ പള്ളിയുടെ പൊതു ഹമ്മാമ് അതെന്ത് ചെയ്തു, ഇദ്ദേഹം ചെന്നിട്ട് അങ്ങോട്ട് വൃത്തിയാക്കി. ഡ്രൈവർ ചെന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്യണം, മൂപ്പര് നല്ല ഉരച്ച് കഴുകി വൃത്തിയാക്കണം. അങ്ങനെ തിരിച്ചു വന്നിട്ട് വണ്ടി കയറി. അപ്പോൾ ചോദിച്ചു, എന്താ ഇത് പരിപാടി? അദ്ദേഹം പറഞ്ഞു, എനിക്കിങ്ങനെ തോന്നി, ഇന്നിപ്പോൾ ആദരിക്കാനും ബഹുമാനിക്കാനൊക്കെ കൊണ്ടുപോയിട്ട് ഞാനിപ്പോൾ ആരൊക്കെയോ ആയി എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഒന്നും ആയിട്ടില്ല എന്ന് എനിക്ക് എൻ്റെ ആ മനസ്സിൻ്റെ ഇങ്ങനൊരു പണിയെടുത്താണ്, അഥവാ ഞാനൊന്നുമല്ല എന്ന് ഇത് തോന്നാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ച സമയത്ത് ആയിഷ ബീവിയോട് ചോദിച്ചു, എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലൊക്കെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത്, നമ്മുടെ നാടുകളിലൊക്കെ ചിലയിടങ്ങളിൽ കാണുന്നത് പോലെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് തന്നെ ഗേറ്റ് തുറന്ന് കൊടുക്കാനൊരാൾ, ചെരുപ്പ് ഊരിക്കൊടുക്കാൻ വേറൊരാൾ, ആ ചെരുപ്പ് എടുത്തേക്കാൻ വേറൊരാൾ, കയറി ചെല്ലുമ്പോഴേക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ വേറൊരാൾ, അങ്ങനെ എല്ലാത്തിനും ഒരാൾ. അത് കഴിഞ്ഞ് നേരെ ചെന്ന് പിന്നെ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ ചിലപ്പോൾ വേറെ ആളുണ്ടാവും, വേറെ ഡ്രസ്സ് എടുത്തു കൊടുക്കാനൊരാൾ, ഭക്ഷണം ആ സമയമാകുമ്പോഴത്തേന് കൃത്യമായി റെഡി ആവണം, കറക്റ്റ് ടൈമിന് ഭക്ഷണം. അങ്ങനെയുണ്ട് ചില ആളുകൾ, എനിക്ക് എന്ന് പറഞ്ഞാൽ ആ കൃത്യസമയത്ത് എനിക്ക് ഭക്ഷണം കിട്ടണം, ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്താൻ പാടില്ല, ഇങ്ങനെയൊക്കെ.
എന്നാൽ ഇങ്ങനെയൊക്കെയാണോ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ലോകൈക ഗുരുവാണ്. മാത്രമല്ല ലോകത്തെ അടക്കി ഭരിക്കുന്ന രീതിയിലുള്ള ഭരണം നടത്തിയ കൈസർ പോലോത്ത രാജസിംഹാസനങ്ങളെയൊക്കെ വർപ്പിച്ച ഒരു പ്രവാചകനല്ലേ. ഒരേ സമയം രാജാവാണ്, ഭരണാധികാരിയാണ്, എല്ലാ അർത്ഥത്തിലും പ്രൗഢോജ്വലത നിലനിൽക്കുന്ന രീതിയിലുള്ളൊരു പ്രവാചകനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീവി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് വേണ്ട ഖിദ്മകളൊക്കെ ചെയ്തു തരും. എന്തൊക്കെയോ ഞങ്ങൾക്ക് വേണ്ടത് അവിടുന്ന് അടുക്കളയിൽ ഞങ്ങളെ സഹായിക്കും, മറ്റെല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കും. നിസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പോകും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ അവസ്ഥയുണ്ടായിരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞ മറുപടി തന്നെ കാന യകൂനു ഫീ മിഹ്നത്തി അഹ്ലിഹി, അവിടുന്ന് അവിടുത്തെ ഭാര്യമാർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോൾ അതുകൊണ്ടും ഞാനിപ്പോൾ ഒന്ന് അടിച്ചേരി കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഒന്ന് അലക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ ഇപ്പം ഞാൻ കുറഞ്ഞു പോവോ എന്നവിടുന്ന് ചിന്തിച്ചിട്ടില്ല. കാരണം അതാണ് സത്യത്തിൽ തവാളുഴ്. ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് വീട്ടുകാരിലിപ്പോൾ തോന്നും ഇയാളിപ്പോൾ ഗൾഫിൽ കുറേ കഷ്ടപ്പെട്ട് മണിക്കൂറുകളോളം ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഒരു 2 മാസം 3 മാസം 6 മാസം ലീവിന് വന്നാലും മൂപ്പര് നന്നായിട്ട് ഒന്ന് റാഹത്തായി ജീവിച്ചോട്ടെ എന്ന് കരുതിയാൽ നമ്മളെന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ട് കൊടുക്കണം. എല്ലാത്തിലും നമ്മളെ കൊണ്ട് കഴിയുന്ന ജോലിയൊക്കെ ചെയ്ത് കൊടുക്കുക. എന്നെ മീൻ മുറിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ മുറിച്ചു കൊടുക്കുക. ശരിക്കും ഇത്തരം നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ അവരൊക്കെ ചെയ്യുന്ന ജോലിയുടെ ത്യാഗം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളതൊന്ന് ചെയ്തു നോക്കിയാൽ അറിയാൻ കഴിയുള്ളൂ. നമ്മൾ രാവിലെ ഒന്ന് എണീറ്റിട്ട് വീടൊക്കെ മൊത്തം ഒന്ന് അടിച്ച് ഒരു വലിയ വീടൊക്കെ ആണെങ്കിൽ, ഒരു വലിയ വീടൊക്കെ ഇപ്പോൾ 2 നില വീടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ 2 നില വീട് മൊത്തം ഒന്ന് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കുമ്പോഴേക്ക് നമുക്ക് ഇവിടുത്തെ 8 മണിക്കൂറത്തെ പണിയൊന്നും ചിലപ്പോൾ ഒന്നും ആവില്ല. അതെന്താണ്? അതത്രയും ത്യാഗമുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചെയ്തു കൊടുത്തിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നതായിട്ട് ഇന്നല്ലാഹ ഔഹാ ഇലയ്യ, അല്ലാഹു തആല എന്നിലേക്ക് വഹി അറിയിച്ചു, നിങ്ങൾ തവാളുവോടുകൂടി നിങ്ങൾ ജീവിക്കണം. ലാ യഫ്ഖറു അഹദുൻ അലാ അഹദിൻ, ഒരാളും മറ്റൊരാളുടെ മുന്നിൽ അവൻ മേനി നടിച്ചുകൊണ്ട് പറയാൻ പാടില്ല, മേനി നടിക്കാൻ പാടില്ല. വലാ യബ്ഗി അഹദുൻ അലാ അഹദിൻ, ഒരാളും മറ്റൊരാളോട് ദേഷ്യം വെക്കാനും പാടില്ല. മാനസികമായി കൊണ്ടുള്ള ദേഷ്യം, അസൂയ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. മറ്റൊരാളുടെ മുന്നിൽ ഞാൻ അങ്ങനത്തെ ആളാണ്, എനിക്കിത്രണ്ട് ഇതൊന്നും പറയാൻ പാടില്ല. കാരണം എന്താണ്? അല്ലാഹു തആല അങ്ങനെ പറയുന്ന ആളുകളുടെ സ്ഥാനങ്ങൾ അല്ലാഹു തആല ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടേയിരിക്കും. തവാളഅതുകുൻ കന്നജ്മി ലാ ഹാലിനാദിരി അലാ സഫഹാത്തിൽ മാഇ വഹുവ റഫീഉ വലാ തകു കദ്ദുഖാനി യഅലു ബിനഫ്സിഹി ഇലാ തബഖാത്തിൽ ജവ്വി വഹുവ വളീഉ. നീ എങ്ങനെയാണ്, മഹാനായൊരു കവി, എങ്ങനെയാണ് നീ തവാളുഴ്, എങ്ങനെയാണ് നീ വിനയാന്വിതനാവേണ്ടത്? കന്നജ്മി, നക്ഷത്രത്തെപ്പോലെ, ലാഹാലിനാളിരി, നക്ഷത്രത്തിൻ്റെ അതിൻ്റെ ആ അടയാളം, അതിൻ്റെ ആ രൂപം, അത് വെള്ളത്തിൻ്റെ മുകളിൽ, അത് വളരെ ഉന്നതിയിലാണ്, ഉയരത്തിലാണ്. ആ ഉയരത്തിലായ നക്ഷത്രത്തെ വെള്ളത്തിൻ്റെ മുകളിൽ നീ കാണുന്ന സമയത്ത് അത് വെള്ളത്തിൻ്റെ മുകളിൽ നിനക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇതുപോലെ ആവണം നീ. എത്ര ഉയരത്തിലാണെങ്കിലും നീ എന്ത് ചെയ്യണം? നക്ഷത്രത്തെ പോലെ വെള്ളത്തിൻ്റെ മുകളിൽ ഇതിങ്ങനെ കാണപ്പെടുന്നത് പോലെ ആവണം. അതല്ലാതെ നീ എന്ത് ചെയ്യരുത്? പുകപടലങ്ങളെപ്പോലെ ആവരുത്. പുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങനെ ഊതി വിടുന്നതിനനുസരിച്ച് അതിങ്ങനെ ഉയരത്തിൽ പാറിക്കൊണ്ടിരിക്കും. പക്ഷെ അത് കുറേ അങ്ങനെ പാറി അതെന്ത് ചെയ്യണം? ആ അന്തരീക്ഷത്തിൽ അത് നിഷ്പ്രഭമായി പോവുകയാണ്.
അങ്ങനെയാവരുത്, നക്ഷത്രങ്ങളെപ്പോലെ ആയിരിക്കണമെന്ന്. അപ്പം എങ്ങനെയാണ് തവാദു എന്ന് പറഞ്ഞാൽ, ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുന്ന അതിൻ്റെ വിവക്ഷ, ഹുവൽ ഇൻകിസാറു വത്തദല്ലലു ലില്ലാഹി തആല വലിമൻ അമറല്ലാഹു ബിത്തവാദുഇ ലഹു കർറസൂലി വൽ ഇമാമിൽ ആദിലി വൽ ആലിമി വൽ വാലിദി. എന്താണ് ഈ താഴ്ന്നൊടുക്കുക, വിനയം കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്, എന്താണ് അത്? അല്ലാഹു തആലക്കും അതുപോലെ അല്ലാഹു തആല വിനയം കാണിക്കാൻ ആവശ്യപ്പെട്ട ആളുകൾക്ക് മുന്നിലും ഒരു പ്രവാചകൻ, അല്ലെങ്കിൽ ഒരു നീതിമാനായ ഭരണാധികാരി, അതല്ലെങ്കിൽ ഉഖ്റവിയായ ഒരു ആലിമ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ, ഇവരിലേക്ക് നീ വളരെ താഴ്മയോടുകൂടി അവരുടെ മുന്നിൽ, മാതാപിതാക്കളുടെ മുന്നിൽ ഇരിക്കാൻ പാടില്ല. മാതാപിതാക്കളുടെ മുന്നിൽ ഇരിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മാതാപിതാക്കളുടെ മുന്നിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ നമ്മളെന്ത് ചെയ്യും? ആ സ്നേഹത്തിലും സൗഹൃദത്തിലൊക്കെ ഒന്നിച്ചിരിക്കുക എന്നുള്ള അതൊരു ശരിക്കെന്തോ പാടില്ല. മാതാപിതാക്കളുടെ മുന്നിൽ ഇരിക്കാൻ പാടില്ല എന്ന്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വിനയത്തിൻ്റെ ഭാഗമാണ് നാം. അവരോട് നമ്മൾ കാണിക്കേണ്ട ആദരവുകളും ബഹുമാനങ്ങളും. വളരെ പരിശുദ്ധമായ ഖുർആൻ വളരെ വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഹക്കുകൾ പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീട് അള്ളാഹു തആല പറയുന്നത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് അത്രയും വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാം. അതിനും അള്ളാഹു നമ്മെ മാതാപിതാക്കളുടെ പൊരുത്തത്തിലും ഗുരുത്വത്തിലുമായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നതായിക്കൊണ്ട് ഞാൻ കേട്ടു, മാ നഖസത്ത് സ്വദഖത്തുൻ മിൻ മാൽ, സ്വദഖ കൊണ്ട് ഒരാളുടെ സമ്പത്തും കുറഞ്ഞു പോയിട്ടില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, വിട്ടുവീഴ്ച കൊണ്ട് അല്ലാഹു തആല ഒരാൾക്കും അഭിമാനത്തെ അല്ലാതെ അല്ലാഹു തആല കൊടുത്തിട്ടില്ല. വമാ തവാദഅ ലില്ലാഹി വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. എന്താണ് അബീ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, സ്വതക്ക കൊടുത്തിട്ട് ഒരാളുടെ സമ്പത്തും കുറഞ്ഞു പോയിട്ടില്ല. സ്വതക്ക കൊടുത്തിട്ട് ഒരാൾ പട്ടിണി കിടന്നു അല്ലെങ്കിൽ ഒരാൾ പാപ്പരായി എന്ന് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. സ്വതക്ക കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു തആല എന്ത് ചെയ്യും? അവൻ അഭിവൃദ്ധി കൊടുത്തുകൊണ്ടേയിരിക്കുമെന്നാണ്. കാരണം മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്നും രാവിലെ ഒരു മലക്ക്, എന്നും പ്രഭാതത്തിൽ ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫാ. മറ്റൊരു മലക്ക് വന്നിട്ട് ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅ്തി മുംസികൻ തലഫാ. എന്താണ് ഒന്നാമത്തെ മലക്ക് ദുആ ചെയ്യുന്ന? അല്ലാഹുവേ, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫാ, ചെലവഴിക്കുന്നവർക്ക് നീ പകരം കൊടുക്കണേ. ചെലവഴിക്കുന്ന ആളുകൾക്ക്, ധർമ്മം ചെയ്യുന്ന ആളുകൾക്ക്, സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് അവർക്ക് നീ പകരം കൊടുക്കണേ എന്നൊരു മലക്ക് ദുആ ചെയ്യും. അപ്പോൾ മറ്റേ മലക്ക് വന്നിട്ട് അല്ലാഹുമ്മ അഅ്തി മുംസികൻ തലഫാ, അല്ലാഹുവേ, ചെലവഴിക്കാതെ കൊടുക്കാൻ കഴിഞ്ഞിട്ടും കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവർ അവർക്ക് നീ നാശം കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മലക്കും ദുആ ചെയ്യും. മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എന്നും രാവിലെ ഇറങ്ങി വന്നിട്ട്, ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് രണ്ട് മലക്കുകൾ എന്നും ദുആ ചെയ്യുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ സ്വതക്ക കൊണ്ട് ഒരാളുടെ സമ്പത്തും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരാളും സ്വതക്ക നൽകുന്നത് കൊണ്ട് ഒരാളും ഭൂമിയിൽ ലോകത്ത് പാപ്പറായിട്ടില്ല. അതുപോലെ തന്നെ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, വിട്ടുവീഴ്ച കാരണമായിക്കൊണ്ട് അല്ലാഹു തആല ഒരാൾക്കും അഭിമാനമല്ലാതെ അല്ലാഹു കൊടുത്തിട്ടില്ല. പ്രതികാരം ചെയ്യാൻ നമുക്ക് കഴിയും. ഒരാൾ നമ്മെ ഇങ്ങോട്ട് പരിഹസിച്ചു, തിരിച്ചങ്ങോട്ട് പരിഹസിക്കാൻ നമുക്ക് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. പക്ഷേ ഒന്നും പറഞ്ഞില്ല. ഒരാൾ നമ്മളങ്ങോട്ട് അടിച്ചു, തിരിച്ചടിക്കാൻ കഴിയുന്ന ആളാണ്, എന്നാലും തിരിച്ചടിച്ചില്ല. ഒരാൾ നമുക്ക് ഇങ്ങോട്ട് പാര വെച്ചു. ഇവിടെ പൊതുവെ ഗൾഫിൽ പറഞ്ഞു കേൾക്കുന്നൊരു വിഷയം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇവിടെ സാധാരണ പറയുന്നൊരു വിഷയമാണ് ഈ പാര, അല്ലേ?
പാര ഇത് മലയാളികൾ മാത്രമല്ല, മലയാളികൾ നമ്മൾ പറയും മലയാളികളാണ് ലോകപ്പാര അറിയും. അത് അറബികൾ പറയും, ഓല് ഓലാണെന്ത് വലിയ പാര അറിയും. ഏതായാലും ഫിലിപ്പീൻ ഭാഷയിൽ അപ്പം അങ്ങനെ എന്ത് നമ്മളൊരാൾ പാര വെച്ചിട്ട് എന്ത് നമ്മൾ നല്ലൊരു ഒരു സ്റ്റേജിലെത്തിയിരുന്നു. പാര വെച്ചിട്ട് ഒരാൾ തള്ളിയിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മളെ താഴേക്ക് ഇറങ്ങേണ്ടി വന്നു. തിരിച്ചയാളെ പാര വെക്കാൻ ഇഷ്ടം പോലെ ചാൻസ് കിട്ടി. പക്ഷെ എന്ത് ചാൻസ് കിട്ടിയിട്ടും വെച്ചില്ല. അപ്പം അള്ളാഹു തആല നമുക്ക് എന്ത് ചെയ്യും, ആ ഇസ്സത്ത് തരുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറയുന്നത്, നമുക്കെതിരെ ഒരാൾ എന്ത് ചെയ്താലും എത്രയോ ചരിത്രങ്ങളുണ്ട്. നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ചാൻസ് നോക്കി നടക്കല്ല വേണ്ടത്. എന്ത് ചെയ്താലും തിരിച്ച് നമ്മൾ അയാൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു വെക്കാനൊരു പഴുത് തേടി നടക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, അത് സാരല്ല, അലല്ലാഹ്, അള്ളാഹുവിലേക്ക് വിടുക. എന്നാൽ അള്ളാഹു തആല നമുക്ക് ഇസ്സത്ത് വർദ്ധിപ്പിച്ചു തരുമെന്ന് ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഒരാളും കീഴൊതുങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ, വിനയം കാണിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല ആ കാരണം കൊണ്ട് അള്ളാഹു തആല ഉയർത്തും. അത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദ്. അത്ര ഒരു തവാദുള്ള, നമ്മൾ മൂപ്പരെ കൈ പിടിച്ച് മൂപ്പര് നമ്മളെ കൈ ഇങ്ങോട്ടും ചെയ്യും അല്ലേ? നിങ്ങൾ അനുഭവമില്ലേ? അത്തിപ്പറ്റ ഉസ്താദിനെ കാണാത്തവരില്ല ഇതിൽ, ജീവിതകാലത്ത് കാണാത്തവരുടെയും കൈ പൊക്കി കാണി. വലിയ നഷ്ടമാണ്. കാരണം നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഉസ്താദിൻ്റെ സ്ഥാപനമുണ്ട്. കാടാമ്പുഴക്കടുത്ത് മരവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രേസ് വാലി എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ കോംപ്ലക്സ് ഉണ്ട്. അവിടെ പള്ളിയിൽ വാഫി കോളേജൊക്കെ ഉണ്ട്. അവിടെ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അവിടെ ദിക്ർ നടക്കാറുണ്ട്. വല്ലാതെ ആത്മീയത, വല്ലാതെ നമ്മുടെ മനസ്സ് തട്ടുന്ന രീതിയിൽ നല്ലൊരു മജ്ലിസാണ്. പിന്നെ ഉസ്താദിൻ്റെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഉസ്താദ് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, ഫത്തുഹുൽ ഫത്താഹ്. അവിടെ ഞായറാഴ്ചകളിൽ അവിടെ നടക്കുന്നുണ്ട് സ്വലാത്തൊക്കെ. നമുക്ക് ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്തൊരു വിഷയത്തിലും ഒരു മുഅ്മിൻ എങ്ങനെ ജീവിക്കണം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ ഭൂമിയിലുണ്ടെങ്കിൽ ആളുകൾ അപൂർവമാണ്. അതിൽപ്പെട്ട ഒരാളാണ് ആര്? അത്തിപ്പറ്റ ഉസ്താദ്. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അപ്പം അതുകൊണ്ട് ജീവിതകാലത്ത് എന്ത് ചെയ്യണം, കാണാൻ പറ്റുന്ന ആളുകൾ കാണാത്ത ആളുകളൊക്കെ ഒന്ന് പോയിട്ടൊന്ന് സലാം ചൊല്ലി ഒരു ദുആ കൊണ്ട് വസിയത്തൊക്കെ ചെയ്യുന്ന നമ്മളെ ആഖിറത്ക്ക് നമുക്കതൊരു മുതൽക്കൂട്ടാവും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മാഷാ അല്ലാഹ്. ലാസ്റ്റ് എടുക്കല്ലേ. അപ്പോൾ ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഒരാൾ തവാളുവോടുകൂടി ജീവിച്ചാൽ, വിനയത്തോടുകൂടി ഒരാളുടെ മുന്നിലും അഹങ്കരിക്കാതെ, അനസ് റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടികളുടെ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾക്കൊക്കെ സലാം ചൊല്ലും. കുട്ടികളോടൊക്കെ എന്ത് ചെയ്യും, സലാം ചൊല്ലും. അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു. കുട്ടികളോടൊക്കെ സലാം ചെല്ല. നമുക്കെന്ത് ചെയ്യും തോന്നി. അപ്പോൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സലാം ചെല്ല. മക്കളോടും ഭാര്യമാരോടൊക്കെ എന്ത് ചെയ്യുക, ചെന്ന് കയറുന്ന സമയത്ത് കയറുമ്പോഴും നമ്മുടെ ഏറ്റവും കൂടുതൽ സലാം നമ്മൾ ചൊല്ലേണ്ടത് അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിൻ്റെ കാരുണ്യവും എപ്പോഴും ഉണ്ടാവണേ എന്ന് ഒരു മനുഷ്യൻ ആഗ്രഹിക്കൽ, ആദ്യം ഒരല്പം സ്വാർത്ഥത നമ്മുടെ കുടുംബത്തിലെ ലേഖനം. അപ്പം നമ്മൾ സലാം ചൊല്ലേണ്ടത് ആദ്യം ആരോടാണ്? നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് സലാം ചൊല്ലി കയറി ചെല്ലുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സലാമിൻ്റെ വിഷയം തന്നെ നമുക്കൊന്നും ചില ആളുകളോട് സലാം ചെല്ലുന്നത്, ഒരിക്കൽ സലാം ചൊല്ലും, അയാൾ മടക്കിയില്ല. ഇപ്പോൾ തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു കമ്പനി ജോലി ചെയ്യണേ, നമ്മളൊരു മെയിൻ മുദീർ, അയാളോട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ കഫീലാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ ജനറൽ മാനേജറാണ്, അങ്ങനെയൊക്കെ നല്ലൊരു പോസ്റ്റിലുള്ള ആളോട് അസ്സലാമു അലൈക്കും തന്നു, മുമ്പ് മെയിൻ ചെയ്താണ് പോയി. രണ്ടാമത് വീണ്ടും എന്ത് ചെയ്തു, സലാം ചൊല്ലി. അപ്പോഴും
പിന്നെ ഇനിയിപ്പോൾ ഓന് സലാം ചെല്ലും ഏതായാലും മടക്കില്ല. അങ്ങനെയല്ല. നമ്മുടെ കടമ നമ്മൾ ഒരാൾ മോശമായിക്കൊണ്ട് നമ്മോട് ഇങ്ങോട്ട് പ്രതികരിച്ചാൽ തിരിച്ച് നമ്മൾ അതേ നാണയത്തിൽ പ്രതികരിക്കാൻ പാടില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു ചരിത്രം പറയാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു തേള് വെള്ളത്തിലേക്ക് വീണ തേളിനെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി 2-3 തവണ നോക്കുമ്പോഴൊക്കെ എന്ത് ചെയ്തു? കുത്തി. അപ്പം അങ്ങനെ കുത്തി നമ്മളെന്ത് ചെയ്യാം? ഒരു ഒന്നാണ് കൊടുക്കും. എന്ത് അവിടെ കിടന്ന് ചത്തോറുണ്ട്, അവിടെ അവിടെ ഇട്ടൊരു അടിയും കൊടുക്കും. അപ്പം എന്താ? തേളിൻ്റെ സ്വഭാവം കാണിച്ചു. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ, അങ്ങ് എന്തിനാണ് ഇതിനെ രക്ഷിക്കാൻ നോക്കുന്നത്? രക്ഷിക്കുകയാണെന്ന് മനസ്സിലായിട്ടും അത് അങ്ങേ കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് രക്ഷിക്കാൻ നോക്കുന്നത്? അപ്പം അതിന് പറഞ്ഞ മറുപടി എന്താണ്? അത് അതിൻ്റെ സ്വഭാവം കാണിച്ചു, ഞാൻ എൻ്റെ സ്വഭാവം കാണിക്കുന്നു. അപ്പം നമ്മളോട് ഒരാൾ മോശമായിക്കൊണ്ട് ഇങ്ങോട്ട് പെരുമാറിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ അതേ രീതിയിൽ പെരുമാറാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ നിന്ന് ഷാള് വലിച്ച സ്വഹാബി അറാബിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം എങ്ങനെയാണ്? ചോദിക്കാൻ വന്നത് നല്ല കാര്യമാണ്. നമ്മളപ്പോൾ ഒരാൾ വന്നിട്ട് 2 തന്നു അടി, ഇങ്ങോട്ട് നമ്മളോട് എന്തെങ്കിലും ചോദിക്കണം, എന്ത് ഒരു അതുകൊണ്ട് വളാഞ്ചേരി മർക്കസിൻ്റെ അല്ലെങ്കിൽ ദാറുന്നതിൻ്റെ ഒരു 10 രൂപ കാട്ടിക്കാരണാൽ തിരിച്ചൊന്നാണ് കൊടുത്തു പറഞ്ഞ് ഈ വൈക്ക് വരരുത് പറയും. ആ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെയൊക്കെ ആയിട്ടും അത് അയാളുടെ ബുദ്ധിമോശം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ കാണിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ ആവാൻ പാടില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞ അങ്ങനെയാണല്ലോ. അവിടുത്തെ സ്വഭാവമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മനസ്സ് കുടുസായ മനസ്സിൻ്റെ ചിന്താഗതിയുള്ള, കുടുസായ ചിന്തയുള്ള മനസ്സിൻ്റെ ഉടമയായിരുന്നുവെങ്കിൽ അങ്ങയുടെ ചുറ്റുഭാഗത്തിൽ നിന്ന് എല്ലാവരും പോവുമായിരുന്നു. പക്ഷേ എല്ലാവരെയും സ്വീകരിച്ച് കുഷ്ഠം പിടിച്ച ഒരാളെ, കുഷ്ഠരോഗം പിടിച്ച ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാതിൽക്കൽ വന്ന് മുട്ടി സ്വഹാബത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം. അപ്പോഴാണ് കുഷ്ഠരോഗിയായ ഒരാൾ കടന്നു വരുന്നത്. കയ്യും കാലൊക്കെ ചുളിഞ്ഞിട്ടുണ്ട്. ആ ആളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു വരുത്തി തൊട്ടടുത്ത് ഇരുത്തിയിട്ട് എന്ത് ചെയ്തു? ഭക്ഷണം കൊടുത്തു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഒരു ചെറിയ ഒരു മാനസികമായിക്കൊണ്ടൊരു താല്പര്യമില്ലായ്മ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അവിടുന്ന് സന്തോഷത്തോടെ അദ്ദേഹം കഴിയുന്നത് വരെ അവിടെ ഇരുന്നു കൊടുത്ത് ഒന്നിച്ചെണീറ്റ് പോയി. ഇപ്പം നമ്മുടെ ഇടയിൽ ഇപ്പോൾ നമ്മളെ വീട്ടിൽ പണിക്കാരൻ പണിക്ക് വന്ന് ഇപ്പോൾ ഒരു ബംഗാളി, പണ്ട് നമ്മൾ തമിഴെന്നാണ്, ഇപ്പം ഇനി ബംഗാളിയാണ് ഉണ്ടല്ലോ അങ്ങനത്തെ സ്ഥലത്തൊക്കെ. ഒരു ബംഗാളിൻ്റെ കൂടെ നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുമോ? മയമാക്ക് പറയുന്നുണ്ട് കഴിക്കും. നിങ്ങൾ പെരപ്പണിക്കേറ്റ കൊടുക്കുമ്പോൾ കാണിച്ചീനാ? ആരുടെ കൂടെ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ മര്യാദയുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ചെയ്തിരുന്ന ഓരോ പ്രവൃത്തികളും, അവിടുത്തെ വിരലുകളൊക്കെ ശരിക്കും ചെയ്യും, എല്ലാ വിരലും ശരിക്കും ചെയ്യുമ്പോൾ ശരിക്ക് തബ്ലീഗ് അല്ല, ആര് കാട്ടിയാലും അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി ഇൻഷാ അല്ലാഹ് ചെയ്തോണ്ട്. അല്ല, പണ്ടൊരു ഒരു മൂഞ്ഞരുട്ടി ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് മൂപ്പര് നല്ല പ്ലേറ്റൊക്കെ നന്നായി വടിച്ച് നക്കി തുടച്ച് വിരലൊക്കെ ഇങ്ങനെ ഈമ്പുന്ന സമയത്ത് അടുത്തിരിക്കുന്നൊരു കാക്കാക്ക് തോന്നിയത് കുട്ടിക്ക് മതിയായിട്ടുണ്ടാവില്ലെന്ന്. അതിൽ ഒന്നും കൂടി വാങ്ങിക്കൊടുത്തു പറഞ്ഞു. രണ്ടാമത് മൂപ്പര് ഇതേപോലെ തന്നെ. അപ്പം എന്നാലും വലിയ വിശപ്പേക്കരം. മൂന്നാമത് ഒന്നുകൂടി വാങ്ങിക്കൊടുത്തു. അപ്പം തുടക്കാൻ തുടങ്ങി. അതിൽ മൂപ്പരെന്തോ പറഞ്ഞ് എണീറ്റ് പോയി പറഞ്ഞു, ഇറ്റങ്ങളെന്ത് എത്ര കിട്ടിയാലും ഇറ്റങ്ങളെ അരച്ചാൽ തീരുവില്ല എന്ന് പറഞ്ഞ് നീച്ചു പോയി പറഞ്ഞു. അപ്പം ശരിക്കും എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. കുട്ടികളെ കൊണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? അവിടുത്തെ വിരൽ ഈപിക്കും. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയുടെ അവർക്ക് കൊടുക്കും. നമ്മളെ കുട്ടികളൊക്കെ വിളിച്ച് കുട്ടികളെ ഒന്നിച്ചിരുത്തിയിട്ട് പരസ്പരം അങ്ങോട്ട് നോക്കും. ഇപ്പം എന്താണ്? കുട്ടികളെ ബാക്കി ചിലപ്പോൾ ഉമ്മാരനെ ചിലപ്പോൾ കഴിക്കാൻ പഠിക്കും. ശരിക്ക് കുട്ടികളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ബാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിപ്പിക്കണം. മൂത്ത കുട്ടി കഴിച്ചതിൻ്റെ ബാക്കി ഇളയ കുട്ടിക്കും, ഇളയ കുട്ടി കഴിച്ചതിൻ്റെ ബാക്കി മൂത്ത കുട്ടിക്കും കൊടുത്തിട്ട് എന്ത് ചെയ്യണം? കഴിപ്പിക്കണം. ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ നിന്ന്
ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ ശീലങ്ങൾ കൊടുക്കണം. നമ്മളെ പണ്ടൊക്കെ അങ്ങനെയല്ലേ, നമ്മളെ വലിയ ഉപ്പമാരൊക്കെ മീനൊക്കെ എന്ത് ചെയ്യും, നുള്ളിയിട്ട് നമുക്ക് ഇട്ടുതരും. ആ വിഷയത്തിൽ അറബികൾ മാഷാ അല്ലാഹ് അവർക്ക് നല്ലൊരു സ്വഭാവമുണ്ട്. ഇപ്പോഴും എന്ത് ചെയ്യും, അവർ നമുക്ക് അവരിട്ടുതരും ചെയ്യും. നമ്മളെടുത്തിൻ്റെ ബാക്കി കഴിയുമുണ്ടെങ്കിൽ അവരെടുത്ത് കഴിക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ചില അറബികൾക്ക് എന്ത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശരിയായ അറബികൾ അങ്ങനെ തന്നെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇവിടുത്തെ സുന്നത്താണ്. മാത്രമല്ല പാത്രത്തിൽ നിന്ന് സുപ്രയിൽ വീണ ഭക്ഷണങ്ങളൊക്കെ എടുത്ത് കഴിക്കും. ബറ്റൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ കഷ്ണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് എടുത്ത് കഴിക്കും. ആയുസ് കൂടാനുള്ളൊരു മരുന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ആയുസ് വർദ്ധിക്കാനുള്ള കുടുംബബന്ധം പുലർത്തലും, പിന്നെ പറഞ്ഞത് സുഫ്രയിൽ വീണുപോയ ഭക്ഷണം പൊറുക്കി കഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവർക്ക് ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ്. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ തൊഴത്തിലായി നമ്മുടെ ആയുസിന് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അപ്പം എന്ത് ചെയ്യണം? അതൊക്കെ നമ്മുടെ തവാളുവിൻ്റെ ഭാഗമാണ്. നമ്മുടെ വീട്ടുകാർക്ക് അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒപ്പം ചെയ്തു കൊടുക്കുക. അടുക്കളയിൽ സഹായിക്കുക, അലക്കുന്നിടത്ത് സഹായിക്കുക, തുടക്കുന്നിടത്ത് സഹായിക്കുക, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോഴൊക്കെ നമുക്ക് തോന്നും, മറ്റേ നമുക്കിങ്ങനെ തോന്നണത് ഞാനവിടെ ഇങ്ങനെ ആ ടേബിൾ മേലെ ഇരിക്കുമ്പോഴേക്ക് അങ്ങോട്ട് കൊണ്ടുവരാന്ന് പറയുമ്പോഴേക്ക് കൊണ്ടുവരും. ഉപ്പ് കുറവാണെങ്കിൽ കൊണ്ടുപോയിക്കുക അവിടെ നിന്ന് പറയും. അതൊക്കെ പറയുമ്പോൾ തോന്നണെന്ത്, ഞാനിപ്പോൾ ആരൊക്കെ അയക്കണു. അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കും. വേറെ ആരെങ്കിലും ഈ മലയാളികൾക്ക് ഭക്ഷണം ഉണ്ടാക്കലും മദീന റോഡ് മുറിച്ചെടുക്കലും ഒരുപോലെയാണെന്ന് പറഞ്ഞ മാതിരി എന്താണ് കാരണം? കുറ്റം തീരൂല. അതേ കുറ്റം നമ്മളുണ്ടാക്കിയാൽ നമ്മൾ കുറ്റം പറയാം. ഇതെന്താ അത് ഉപ്പില്ലാത്തതെന്ന്, വെല്ലെണീറ്റ് കുറച്ച് ഉപ്പിടും, മുളകില്ലെങ്കിൽ അതാ നല്ലത്, മുളകില്ലാത്ത നല്ലതെന്ന് പറയും. അങ്ങനത്തെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹിമഹുല്ലാ അവിടുത്തെ മനസ്സിന് അഹങ്കാരത്തിൻ്റെ ചെറിയൊരു ധ്വനി അദ്ദേഹത്തെ ആദരിക്കൽ ചടങ്ങിന് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നിയപ്പോഴേക്ക് എന്ത് ചെയ്തു? പള്ളിയിൽ ഇറങ്ങിയിട്ട് പള്ളിയിലെ പൊതു കക്കൂസ് അതൊക്കെ ശരിക്കും അങ്ങോട്ട് വൃത്തിയാക്കി. അപ്പം അദ്ദേഹത്തിന് തോന്നി ഞാൻ ഇപ്പം എന്താണ് താഴെ തട്ടിലാണ്. അതല്ല, നമ്മൾ നല്ല വാഹനത്തിൽ ചെന്ന് പോയി ഇറങ്ങുന്ന സമയത്ത് അവിടെ വൃത്തിയാക്കുന്ന തൊഴിലാളിയെ കാണുമ്പോൾ നമ്മൾ മുഖം തിരിക്കും. ഓനൊന്നും എന്നോട് സലാം ചെല്ലണ്ട, അല്ലെങ്കിൽ ഓനോടൊന്നും ഞാൻ സലാം ചെല്ലണ്ട, അവനൊന്നും എന്നെ ശ്രദ്ധിക്കണ്ട, മെയിൻ ചെയ്യാത്തൊരവസ്ഥ. പക്ഷെ അതൊന്നും പാടില്ല. അങ്ങനെ അതല്ലാത്ത ഒരു നല്ല മനസ്സ് നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദുആഇൻ്റെ ഒന്നാമത്തെ ഷർത്ത് അത്തളറു, അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് എല്ലാം സമർപ്പിച്ചിട്ട് വളരെ വിനയാന്വിതനായി അള്ളാഹുവേ ഞാനൊന്നുമല്ലെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക. അതിനാണ് വസ്ത്രധാരണത്തിൽ പോലും, ഇഹ്റാമിൻ്റെ വസ്ത്രധാരണത്തിൻ്റെ അതിലുള്ള രൂപം പോലും മഹാന്മാർ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്നുമല്ലാത്തവനായിട്ട് എല്ലാവരും ഒരുപോലെ ആവേണ്ട ഒരവസ്ഥ ഉണ്ടാവാൻ വേണ്ടിയാണ് അള്ളാഹു തആല അങ്ങനെ ഒരു നിയമം തന്നെ പാസ്സാക്കിയത് എന്ന്. അപ്പം അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കടന്നു വന്നു. ഔഫ് ഇബ്നു മാലിക്കുൽ അസ്ജഈ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് അവിടെ നിന്ന് പറഞ്ഞു, വഖാല ലഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, ഇന്ന ബനി മാലിക്കൻ ദഹബ മഅക ഗാസിയൻ ഫീ സബീലില്ലാഹ്, എൻ്റെ മകനാകുന്ന മാലിക് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയുടെ കൂടെ യുദ്ധത്തിന് പോന്നിരുന്നു. പക്ഷേ വലം യഴുദ്, അവൻ മടങ്ങി വന്നിട്ടില്ല. എൻ്റെ മോങ്ങളപ്പോൾ യുദ്ധത്തിന് പോന്നേനു, മോൻ വന്നിട്ടില്ല. ഞാൻ വലിയ പ്രയാസത്തിലാണ്. കാരണം എന്താണ്? ഫമാദാ അസ്നഉ, ഞാൻ എന്താണ് ഇനി ചെയ്യുക? ലഖദ് ആദൽ ജയ്ഷു വലം യഴുദു മാലിക് റളിയല്ലാഹു അൻഹു, അങ്ങയുടെ കൂടെ യുദ്ധത്തിന് പോകുന്ന സംഘങ്ങൾ മുഴുവനും, യോദ്ധാക്കൾ മുഴുവനും തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ മകനെ അവിടെ പിടിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്കാണെങ്കിലോ ജീവിക്കാൻ മറ്റൊരു വഴിയുമില്ല.
മകൻ ജോലി ചെയ്തു കൊണ്ടുവന്നിരുന്ന വേതനത്തിൽ നിന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞാനും എൻ്റെ പ്രായം ചെന്ന എൻ്റെ ഭാര്യയും. ജോലി ചെയ്യാൻ എനിക്ക് കഴിവില്ല, ഞാൻ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അക്സിർ അൻത വസൗജുക മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഔഫേ, നിങ്ങൾ തിരിച്ചു പോയിട്ട് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങൾ ചൊല്ലണമെന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. നിങ്ങൾ ഇഷ്ടം പോലെ ചൊല്ലിക്കോളൂ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിനെ നിങ്ങൾ അങ്ങനെ ചൊല്ലിക്കോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരുന്ന് പറഞ്ഞു കൊടുക്കണേ. മോനെ പിടിച്ചു വെച്ചിട്ടുണ്ട് ശത്രുക്കൾ. യുദ്ധത്തിന് പോയിട്ട് മകനെ പിടിച്ചതാണ്. അപ്പം ഇനി എന്ത് ചെയ്യും? അപ്പോൾ അതാണ് നമ്മൾ എന്ത്, ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സൂറത്തുൽ വാഖിയ നമ്മൾ ഓതുമ്പോൾ തസൗഫിൻ്റെ ഉലമാക്കളൊക്കെ പറയുന്നുണ്ട്, നമ്മൾ മാത്രമല്ല ഓതേണ്ടത്. എന്ത് ചെയ്യണം? നമ്മുടെ പെരക്കാരെ കൊണ്ടും ഓദിക്കണം. ഒരു സ്വഹാബി വഫാത്താവുന്ന സമയത്ത് വളരെയധികം പ്രയാസത്തിൽ, വളരെ സാധുവാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു ആണെന്ന് എൻ്റെ ഓർമ്മ. ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളേതായാലും വഫാത്താവല്ലേ, നിങ്ങൾക്കാണെങ്കിൽ കുറേ പെൺകുട്ടികളുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ അല്ല, അങ്ങനെയും പറയുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് കുറേ പെൺകുട്ടികളാണ്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് തരട്ടെ, നിങ്ങളെ കുട്ടികളുടെ പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ബാക്കി വെക്കാം, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട. പക്ഷെ അവിടെ നമ്മളെ വിഷയം എന്താണ്, അവിടെ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും ഞങ്ങളെന്നും എന്ത് ചെയ്യുന്നുണ്ട്? സൂറത്തുൽ വാഖിയ ഞങ്ങൾ നിത്യം ഓതാറുണ്ട്. ഞാൻ ചൊല്ലലുണ്ട് എന്നല്ല പറഞ്ഞത്, ഞാൻ ഓതലുണ്ടെന്നല്ല, ഞാനും എൻ്റെ കുടുംബവും സൂറത്തുൽ വാഖിയ നിത്യമായി ഓതാറുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സൂറത്തുൽ വാഖിയ പതിവായ ആളുകൾക്ക് അല്ലാഹു തആല അവരെ ഫഖർ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇവിടെ അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങൾ എന്ത് ചെയ്യണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതിനെ വർദ്ധിപ്പിക്കണം. അങ്ങനെ ഫദഹബ അർറജുലു ഇലാ സൗജതിഹി അല്ലതി ദഹബ വഹീദഹാ വലം യഉദ്. ഈ മനുഷ്യൻ, ഈ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് ചെന്നു. വരുന്ന സമയത്ത് കൂടെ മകനില്ല, മകനെ കൊണ്ടുവരാൻ വേണ്ടി ഭർത്താവിനെ പറഞ്ഞയച്ചതാണ്. ചോദിച്ചു, മാദാ അഅ്താക റസൂലുള്ളാഹി യാ ഔഫ്, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഖാല ലഹാ, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് തന്നത് ഔസ്വാനി അന വ അൻതി ബിഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോടും നിന്നോടും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പിന്നെ എന്താണ് ഒരു സ്വാബിറത്തായ, ക്ഷമിക്കുന്ന ഒരു മുഅ്മിനത്തായ പെണ്ണിനോട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുള്ളത്? ഭർത്താവ് ഭാര്യയെ ആശ്വസിപ്പിക്കുകയാണ്. ഖാലത്ത്, അപ്പോൾ പറഞ്ഞു, ലഖദ് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ വജലസ, രണ്ടുപേരും ഇരുന്നു. ഖുർആനിൽ രണ്ടുപേരും ദിക്ർ ചൊല്ലിക്കൊണ്ട്, എന്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ രണ്ടുപേരും അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. എത്രത്തോളം? അന്നത്തെ രാത്രി വഅഖ്ബലല്ലൈലു ബിളിലാമിഹി, രാത്രി നല്ല ഇരുട്ടോടുകൂടി രാത്രി വന്നു, അഥവാ രാത്രിയായി. തുർക്കുൽ ബാബ്, വാതിലിൻ്റെ മുട്ടിൻ്റെ ശബ്ദവും വന്നു. രാത്രിയായി. ഇവലിങ്ങനെ ചൊല്ലണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രണ്ടാളിരുന്ന് അങ്ങനെ ചൊല്ലുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണെന്ത്? വാതിൽ മുട്ടുന്ന ഒച്ചയും കേൾക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? മഹാനായ ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു തആല അൻഹു വാതിൽ തുറന്നു നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഫഇദം ബിബിനിഹി മാലികുൻ ഖദ് ആദ്. മോണ്ടെന്ത്? വാതിൽക്കൽ വാതിൽ നോക്കുമ്പോൾ മോണ്ട് പുറത്തേക്കണു. മോഹം മാത്രമല്ല, പടച്ച റബ്ബേ, വറാഅഹു റൂസുൽ അഗ്നാമി സാഖഹാ ഗനീമ. മോനുണ്ട് പിന്നാലെ ഒരു കൂട്ടം ആടുകളുണ്ട്, 4000-ഓളം ആടുകളും 100 ഒട്ടകങ്ങളും. ഇദ്ദേഹം ഇതങ്ങോട്ട് ചൊല്ലിയപ്പോൾ എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇത് ചൊല്ലിയതോടുകൂടി
ശത്രുക്കളുടെ ഇടയിൽ നിന്ന്, അദ്ദേഹത്തെ പിടിച്ചു വെച്ച ശത്രുക്കളുടെ ഇടയിൽ നിന്ന് അവർ മദ്യപിച്ചിട്ട് രണ്ടാളുകളെ ഇദ്ദേഹത്തെ നോക്കാൻ വേണ്ടി നിർത്തി. ഇവർ മദ്യപിച്ച് മസ്തായി കിടന്നു. ഈ രണ്ടുപേരെയും ഇദ്ദേഹം അടിച്ച് തള്ളിയിട്ടിട്ട് എന്ത് ചെയ്തു? തിരിച്ചു പോരണം. പോരുന്ന സമയത്ത് എന്തുണ്ട്? ഏതായാലും കൈയും വീശി പോണ്ടല്ലോ, ഒനീമത്തല്ലേ, എന്നിട്ടും പോർ. അങ്ങനെ 4000 ആടുകളും 100 ഒട്ടകങ്ങളെയും തെളിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. പിറ്റേന്ന് സുബഹിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് സന്തോഷത്തോടു കൂടി ഓടി ചെന്നിട്ട് പറഞ്ഞു, അള്ളാൻ്റെ ഹബീബേ, മോൻ ഇന്നലെ വന്നിട്ടുണ്ട്. വെറും കൈയോടല്ല വന്നിട്ടുള്ളത്, പിന്നെ ആയിരക്കണക്കിന് 4000-ഓളം ആടുകളും 100 ഒട്ടകങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെന്താണ്? അത് പിന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ മോനും കിട്ടി, ഇഷ്ടംപോലെ സമ്പത്ത് കൊണ്ട്. മദീനയിൽ അത്ര കൂടുതൽ ആടുകൾ ആർക്കും ഉണ്ടായിരുന്നില്ല. അത് അല്ലാഹു തആല നിങ്ങൾക്ക് തന്നതാണെന്ന് ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ ഷർത്ത് തവാളു ആണ്. രണ്ടാമത് പറയുന്നത് ഖൗഫ്, അള്ളാഹുവിനെ പേടിച്ചിട്ട് പടച്ചോൻ്റെ മുന്നിൽ വളരെ പേടിയോടുകൂടി, അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ ഈ ചോദിക്കുന്നത്, അള്ളാഹുവിനോടാണ് ഞാൻ കൈ ഉയർത്തുന്നത് എന്നുള്ള ചിന്തയോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ ഉത്തരം കിട്ടാൻ വേണ്ടി തിരക്കൂട്ടാതിരിക്കുക. അത് വേഗം കിട്ടണം എന്നുള്ള ആ തിരക്ക് അതില്ലാതിരിക്കുക. അതുപോലെ തന്നെ അള്ളാഹു തആല ഉത്തരം നൽകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി. അതുപോലെ അഞ്ചാമത് സ്വന്തം നഫ്സിനെ ഒരിക്കലും, അതായത് സ്വന്തമായിട്ട് അവനാൻ്റെ കാര്യം മാത്രം, പഠിച്ചോനെ എനിക്ക് കൊണ്ടുറപ്പേ, അല്ലെങ്കിൽ എൻ്റെ പെണ്ണുങ്ങൾക്ക് കൊണ്ടുറപ്പേ, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് കൊണ്ട്, ഇങ്ങനെ അല്ലാതെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ തന്നെ ദുആ ചെയ്യുന്നയാൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ, ദുആ ചെയ്യുന്ന സ്ഥലത്തും ഈ 3 കാര്യങ്ങളിലും ഹറാമില്ലാതിരിക്കുക. ഹറാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ബാധ്യതയോ മറ്റുള്ളവരുടെ ലഅനത്തോ ജീവിതത്തിൽ അവശേഷിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ ബാധ്യതയിൽ മറ്റുള്ള ലഅനത്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്ത് ചെയ്തു, നമ്മളിവിടുന്ന് ടാക്സി വിളിച്ചു, ടാക്സിക്കാരൻ പറഞ്ഞെന്ത്, ഇവിടുന്ന് ഞാൻ പോകണം ISFക്ക് ഹലക എത്രയെന്ന് ചോദിച്ചു. പറഞ്ഞെന്ത് 25 തരണം തന്നു. അല്ലെങ്കിൽ നമ്മളിവിടുന്ന് വിളിച്ചു, പൈസ പറഞ്ഞില്ല, മക്കത്തേക്ക് പോകണ്, മക്ക എന്ന് വിളിക്കുന്ന കേട്ടപ്പോൾ വേഗം പോയി കയറി. മക്കത്ത് ചെന്ന് ഇറങ്ങാൻ നേരത്തെ ഇയാൾ പറഞ്ഞത് എത്ര ചോദിച്ചു? 25 പറഞ്ഞു. ആയി തരൂല പറഞ്ഞു. തർക്കിച്ച് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അവസാനം 10 റിയാൽ ഇട്ടെടുത്ത് കണ്ട് പോന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്തുണ്ടാവും? കുരുതം കിട്ടുവാനെ വണ്ടി കയറ്റിയതും കുടുങ്ങിയല്ലോ, അല്ലെങ്കിൽ ഇപ്പം എനിക്കിതുണ്ടാവോ എന്നിങ്ങനെ ഒരു ശാപത്തോടു കൂടിയുള്ള നമ്മളെ അത്തരം അവസ്ഥകളൊന്നും നമുക്കില്ലാതിരിക്കുക. ഇങ്ങനെ ഈ 7 അവസ്ഥകളുണ്ടെങ്കിൽ അല്ലാഹു തആല പെട്ടെന്ന് ദുആക്ക് ഉത്തരം നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല തൻ്റെ ഹിയയിലൊക്കെ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി കുറേ വിഷയങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് വിശദമായി കൊണ്ട് പറയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പം അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന സമയത്ത്, പഠിച്ചോനെ ഞാനൊന്നുമല്ല, ഞാൻ എൻ്റെ അടിമകളിലെ ഏറ്റവും മോശപ്പെട്ട അടിമയാണ് എന്നുള്ള ചിന്തയോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ ഭക്തിയോടുകൂടി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് വിറച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമുക്ക് ഉത്തരം തരും. അതാണ് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ എന്നോട് ഉത്തരത്തെ ചോദിച്ചോളൂ, ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആകൾക്കൊക്കെ അല്ലാഹു നമുക്ക് ഉത്തരം നൽകുമാറാവട്ടെ. ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടുകൂടി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വന്നിരായ നമ്മുടെ തൃപ്പനച്ചി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ ആണ്ടാണ് ഇന്ന്. വലിയ മഹാനായിരുന്നു. വലിയ ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത് പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ഒരു സമ്മേളനത്തിന് ചെന്ന സമയത്ത് ജാമിയയുടെ പഴയ ബ്ലോക്കിൽ, ഇന്ന് ഓഫീസൊക്കെ നിൽക്കുന്ന ബ്ലോക്കിൻ്റെ 2ാം നിലയുടെ മുകളിൽ ഒരു മൂലയിൽ ഒരു ഇരുമ്പിൻ്റെ കസേരയിൽ ഒരാളിരിക്കുന്നുണ്ട്. ആരാന്ന് എനിക്കറിയില്ല, ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്, പുറം തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയോ ഇങ്ങനെ വന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഒറ്റം തെറ്റായിട്ട് വന്നു പോകുന്നുണ്ട്. ഇതാരാന്നറിയില്ല. അപ്പോൾ പിന്നെ
ഞാൻ ഒരാളിങ്ങനെ വന്നിട്ട് അദ്ദേഹത്തെ കണ്ട് തിരിച്ചു പോവാണ്. അപ്പം ഞാൻ ചോദിച്ചു അതാരാന്ന് വെച്ചു. അപ്പോൾ അത് പിന്നെ നമ്മുടെ തൃപ്പണിച്ചുസ്താണെന്ന്. അപ്പോഴാണ് അങ്ങനെ ഞാൻ ചെന്ന് നമ്മൾ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള മഹലിൽ ജോലി ചെയ്ത സമയത്തൊക്കെ പലപ്പോഴും ബന്ധപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ മഹാനായിരുന്നു. ജീവിതകാലത്തും വഫാത്തിൻ്റെ ശേഷവും അവരുടെ കറാമത്തുകളൊന്നും മുറിയുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അല്ലാഹു തആല മഹാനോടൊപ്പം നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.